നമസ്കാരം, എല്ലാവർക്കും സുഖമാണല്ലോ. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കുക, കാരണം എൻ്റെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബൈബിൾ ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 25 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 25 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം: ഗിദയോന്റെ പിതാവിൻ്റെ രണ്ടാമത്തെ കാളക്കുട്ടിക്ക് എത്ര വയസ്സാണുള്ളത്? ഉത്തരം 7 വയസ്സ്. അത് 6-ാം അധ്യായം 25-ാം വാക്യത്തിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം: അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ ആരുടെ യാഗപീഠം തകർന്നിരിക്കുന്നതാണ് കണ്ടത്? ഉത്തരം ബാലിൻ്റെ യാഗപീഠം. അത് 6-ാം അധ്യായം 28-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം: നിന്റെ മകൻ ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു നശിപ്പിച്ചു, അടുത്തുള്ള അശേരായെ വെട്ടി വീഴ്ത്തി, അവനെ ഇവിടെ കൊണ്ടുവരിക, അവൻ മരിക്കണം. ആരോട് പറഞ്ഞു? ഉത്തരം പട്ടണവാസികൾ യോവാഷിനോട് പറഞ്ഞു. അത് 6-ാം അധ്യായം 30-ാം വാക്യത്തിലാണുള്ളത്. നാലാമത്തെ ചോദ്യം: ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ഗിദയോന് ലഭിച്ച പേരെന്ത്? ഉത്തരം ജെറുബ്ബാൽ. അത് 6-ാം അധ്യായം 32-ാം വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം: ജെറുബ്ബാൽ എന്ന പേരിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ. അത് 6-ാം അധ്യായം 32-ാം വാക്യത്തിലാണുള്ളത്. ആറാമത്തെ ചോദ്യം: ജോർദാൻ നദി കടന്ന് ജസ്രേൽ താഴ്വരയിൽ താവളമടിച്ചത് ആരെല്ലാം? ഉത്തരം മിദ്യാൻകാർ, അമലേക്യർ, പൗരസ്ത്യർ. അത് 6-ാം അധ്യായം 33-ാം വാക്യത്തിലാണ് ഉള്ളത്. ഏഴാമത്തെ ചോദ്യം: തന്നെ പിന്തുടരുവാൻ ഏതൊക്കെ വംശജരെയാണ് ഗിദയോൻ വിളിച്ചത്? ഉത്തരം അബിയേസർ, മനാസെ, ആഷേർ, സെബുലൂൺ, നഫ്താലി. അത് 6-ാം അധ്യായം 35-ാം വാക്യത്തിലാണുള്ളത്. എട്ടാമത്തെ ചോദ്യം: എന്തു വസ്ത്രമാണ് ഗിദയോൻ കളത്തിൽ വിരിച്ചത്? ഉത്തരം ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം. അത് 6-ാം അധ്യായം 37-ാം വാക്യത്തിലാണുള്ളത്. ഒൻപതാമത്തെ ചോദ്യം: ഇതാ ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു, അതിൽ മാത്രം മഞ്ഞു കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും. ഇത് ആരോട് പറഞ്ഞു? ഉത്തരം ഗിദയോൻ ദൈവത്തോട് ചോദിച്ചതാണിത്. അത് 6-ാം അധ്യായം 37-ാം വാക്യത്തിലാണുള്ളത്. പത്താമത്തെ ചോദ്യം: അതിരാവിലെ ഗിദയോൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞെടുത്ത വെള്ളം എത്ര പാത്രം നിറയെയാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 1 പാത്രം നിറയെ. അത് 6-ാം അധ്യായം 38-ാം വാക്യത്തിലാണുള്ളത്. ഇന്ന് നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക്